ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നങ്ങനെ പ്രീസെറ്റ്സും വ്യൂസും എഫക്ട്സും മൂവ്മെൻറ്റ് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് യു ക്യാൻ സെലക്ട് ദിസ് വൺ empty. I choose empty views, then click and drag. I will make one views. എന്താണ് വ്യൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, then I will click and drag pools, data pools, ഗ്രൂപ്പ് പൂൾ. നമുക്കിങ്ങനെ ക്ലിക്കാൻ നമുക്ക് ഏത് സ്പേസിലാണ് വേണ്ട ആ സ്പേസിൽ മാത്രമേ വരുള്ളൂ. പ്രീസെറ്റ്സിൽ ഡിമ്മർ, ഇപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അത് ക്ലിക്ക് മാത്രം ചെയ്തിട്ട് ഇപ്പോൾ പൊസിഷൻ ഇട്ടാൽ പൊസിഷൻ ഇത്ര ഏരിയയിൽ വരും. ദാറ്റ് ഈസ് ദ മെയിൻ ഇഷ്യൂ. ഓക്കെ, then position, color, beams, and dynamic, and all presets. Okay, then I go to here. Store shortcut on ആക്കിയിട്ടില്ല. Restore preset. ഓക്കെ, എന്നിട്ട് ഞാനിതിൽ നിന്ന് ഇത് ഞാൻ ഇപ്പോൾ പറയാം. ഇതിൽ ഡൈനാമിക് പ്രീസെറ്റാണ് ഞാനിവിടെ ഇട്ടത്. ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. എന്താണ് ഡൈനാമിക് പ്രീസെറ്റ് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കളറിലിട്ടാൽ കളറായിരിക്കും, പൊസിഷനിലിട്ടാൽ പൊസിഷനായിരിക്കും, ഗോബോ ഇട്ടാൽ ഗോബോ ആയിരിക്കും, കളറിട്ടാൽ കളർ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എം ടിയിലിട്ട് ഞാൻ കാണിച്ചു തരാം. എം ടി പ്രീസെറ്റിൽ ഫുൾ ഡൈനാമിക് ഇട്ട് കാണിച്ച് ഡിമ്മർ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നില്ല. അതാണ് ഡൈനാമിക് പ്രീസെറ്റ്. Okay, then I delete this one. Then I will make this one smaller. Then put 3D as. ഇതിന് 3D കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വ്യൂയും കൂടെ ഉണ്ടാക്കിയത്. സ്റ്റോർ 3D and preset. ഓക്കെ, സി 3D ആൻഡ് പ്രീസെറ്റ്. നിങ്ങൾക്ക് ആ വ്യൂസിനെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചൂസ് ചെയ്താലും മതി. കണ്ടോ, പ്രീസെറ്റ് 3D. ഈ സെയിം വ്യൂ ആണ് ഈ സെയിം വ്യൂ. നിങ്ങൾക്ക് ഇതിനാണെങ്കിൽ ഹൈഡ് ചെയ്തിടാം, നിങ്ങൾക്ക് കുറച്ച് ബിഗറാക്കി ഇടാം. അതാണ് വ്യൂസ്. ഇപ്പോൾ 3D വ്യൂസ് ഓക്കെ ആയി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ക്യൂ എല്ലാം നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഏത് ഫെഡറിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾക്കിത് ഓഫ് ചെയ്യണം. ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൺസോളിലാണെങ്കിൽ ഓഫ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിലൊരു ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മെനു വരും. ഇവിടെ നിങ്ങൾക്ക് സീക്വൻസ് മാക്രോസ് ഓഫ് ചെയ്യണമെങ്കിൽ മാക്രോസ്, ടൈം കോഡ് ഓഫ് ചെയ്യണം ടൈം കോഡ്, പ്രീസെറ്റ് ഓൾ ഓഫ്, നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ അത് ഓഫ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഓൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ എവരിത്തിങ് ഓഫ് കൊടുക്കുമ്പോൾ ഫുൾ ഓഫ് കണ്ടോ. അപ്പോൾ അതാണ് ഓഫിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരു സിംഗിൾ ഫേഡർ മാത്രം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കൊടുത്തിട്ട് ആ ബട്ടൺ ഏതാണോ അതിൽ പ്രസ് ചെയ്യുക, നിങ്ങൾക്കത് ഒരു ഫേഡർ മാത്രം ഓഫ് കിട്ടും. അപ്പോൾ അതാണ് ഓഫിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് പ്രീസെറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാം? ഓക്കെ, വാഷ് ഫുൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻറ്റൻസിറ്റി കറക്റ്റായിട്ട് വരുന്നത്. ഈ എമ്മയുടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടാം. ഇൻറ്റൻസിറ്റി ഹൈ ആയി.
ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കളറിൽ പോവുക. അതിൻ്റെ ഗ്രീൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ചെയ്യുക, ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റി കട്ട് ചെയ്യുക, സ്റ്റോർ ഇവിടെ കൊണ്ടുവന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ റെഡ് കളർ സ്റ്റോർ ഏത് വാല്യൂ ആണോ കുത്തിക്കുന്നത് ആ വാല്യൂ 0 നിങ്ങൾക്ക് എന്നിട്ട് ഗ്രീൻ. യു ക്യാൻ മേക്ക് ഗ്രീൻ, then long press store 0, then blue. See, I clear the program, then locate red, green, blue. It's work. Okay, ഇതുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആട്രിബ്യൂട്ടാണ് വേണ്ടത്, പാൻ പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ ആക്കുക, പൊസിഷൻ്റെ ഇതിൽ തന്നെ സേവ് ചെയ്യുക. അതുപോലെ ബീംസ് അതിൻ്റേതായ ഇതിൽ തന്നെ സേവ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓളിൽ സേവ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോർ അതിൻ്റെ വാല്യൂ, ഇപ്പോൾ അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഈ 1 2 3 4 1 എന്ന് വെച്ചാൽ 1 ഇതിൽ ആ 2 വൈറ്റ് സിമ്പിൾ ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വൈറ്റ് ഇൻഫർമേഷൻ, കളർ ഡിമ്മർ ഇൻഫർമേഷൻ ആൻഡ് കളർ ഇൻഫർമേഷൻ ഈ 2 ബ്ലാങ്ക് ആണ് ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾക്ക് ഡിമ്മർ ഇൻഫർമേഷൻ ഉണ്ട്, കളർ ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ സർക്കിൾ എഫക്ട്സ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം സെലക്ട് ദ ലൈറ്റ്സ്, locate, then go to tilt, then choose second position. So already first position ഇതാണ്, second position ഇത് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനായി. ഇനി നിങ്ങൾക്ക് പൊസിഷൻ ചെക്ക് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് ഇത് എന്നിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ, കുറച്ച് ഡൗൺ ചെയ്യണം ഡൗൺ ചെയ്യാം, അപ്പ് ചെയ്യണമെങ്കിൽ അപ്പ് ചെയ്യാം. നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാം. എന്നിട്ട് അത് ഡിസേബിൾ എനേബിൾ ചെയ്താൽ ഓക്കെ വർക്കിംഗ്. Then how to make circle. Okay, go to phaser, then there is more symbols. You go to this symbol, see. Okay, go to circle, see, working circle. Close this one, see, working circle. Then if you want change the phaser, matrix open 360, see. You can change group also. If you want make this effect, you can make 2 groups, 2 wings also you can use. നിങ്ങൾക്ക് സിമെട്രിക്കൽ സർക്കിൾ ആണെങ്കിൽ മിറർ ഓൺ ചെയ്യുക, അപ്പോൾ അത് സിമെട്രിക്കലായി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ഇതിപ്പോൾ ഈവൻ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. കാരണം ഇത് 4 4 8 പിക്ചേഴ്സ്, 8 പിക്ചേഴ്സ്. You add 9 pictures, it will come one straight will come. This is okay ആണ്. ഡബിൾ ആയിട്ടുള്ള ഇതാണ് നോക്കുന്നതെങ്കിൽ, അക്കമായിട്ടുള്ളതാണെങ്കിൽ ലൈറ്റ്സ് ആണെങ്കിൽ കറക്റ്റ് ഈവനായിട്ട് വരും. നിങ്ങളുടെ ഒരക്കമായിട്ടുള്ളതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 9 3 5 അങ്ങനെയാണെങ്കിൽ 1 സെൻറ്ററിൽ കറക്റ്റാக സ്ട്രൈറ്റ് വരുള്ളൂ. കാരണം അത് നിങ്ങൾ ഈ ചെയ്യുന്ന അലൈൻമെൻ്റ് ആണ് ഇത്. നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നത് ലേ ഔട്ടിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. അത് ലേ ഔട്ടിൽ ഞാൻ പിന്നെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സിമെട്രിക്കൽ സർക്കിളായി. then you can save directly.
then clear. See, sort. Okay, thank you. നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും സംശയമായിട്ട് ചോദിച്ചാൽ എനിക്കും അത് പഠിക്കാം, നിങ്ങൾക്കും എനിക്കത് പഠിച്ചിട്ട് പറഞ്ഞു തരാനും കഴിയും. ഓക്കെ, താങ്ക് യു.